അങ്ങനെ പറഞ്ഞിട്ടാ കയറിയത്. പക്ഷെ കണക്കാണ് അന്ന് നമ്മള് വലക്കകത്താക്കി ഒരു പരിവാക്കി. പോപ്കോണൊക്കെ തെറിച്ച് എവിടെയോ പോയി. ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട് ഇപ്പൊ. അല്ല, വേണമെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കിട്ടി വരുമ്പോ നമുക്ക് ആ കഥാപാത്രം കഴിഞ്ഞ് വേറെ ചെയ്യണമല്ലോ. നമ്മുടെ മനസാക്ഷിക്ക് അപ്പുറത്തേക്ക് നമുക്ക് വേറൊരു കോടതി ഇല്ല. ഇപ്രാവശ്യം ഒരു ന്യൂലി ജോയിൻഡ് SI വേഷത്തിൽ വരുന്ന ഒരു കംപ്ലീറ്റ് ആക്ടർ പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഷെയ്ൻഡിഗമാണ് എൻ്റെ കൂടെ. വെൽക്കം ടു മാംഗോ ടോക്ക് ടൈം. താങ്ക് യു. ഓക്കെ, ഞാൻ വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ ആ പോലീസ് ലുക്കിൽ തന്നെ വരും എന്നാണ്. പക്ഷെ പോലീസുകാരൻ മഫ്തിയിലാണല്ലോ. അതെ, അതെന്താണ് വീണ്ടും ഹെയർ ഒക്കെ തിരിച്ച്? നമുക്ക് ആ കഥാപാത്രം കഴിഞ്ഞ് വേറെ ചെയ്യണമല്ലോ. ഓക്കെ, വേറെ പുതിയൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലുക്കില്. ഓക്കെ, ദൃഢം എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ, ആ വേർഡ് ആക്ച്വലി മലയാളം പരീക്ഷയിൽ നമ്മളിടയ്ക്ക് വിപരീതത്തിനൊക്കെ ചോദിക്കുന്ന ഒരു വേർഡാണ്. അപ്പൊ ദൃഢത്തിന്റെ വിപരീതം എന്താണെന്ന് ഷെയ്നു പറയാം. വിപരീതം മൃദുലം. മൃദുലം ഒരു ഇതാണ്. പക്ഷെ ആൻസർ കീഴിലുള്ള ആൻസർ പറഞ്ഞാൽ ടീച്ചർ മാർക്ക് തരുള്ളൂ. ഞാൻ മലയാളം സ്റ്റുഡന്റ് അല്ല, സാൻസ്ക്രിറ്റ് ആയിരുന്നു. സ്കോർ ചെയ്യാൻ എളുപ്പമായോണ്ട് അങ്ങനെ പറഞ്ഞിട്ടാ കയറിയത്. പക്ഷെ കണക്കാണ്, സാൻസ്ക്രിറ്റും കാര്യമായില്ല. ആൻസർ കീഴിൽ ഉത്തരം ശിഥിലം എന്നുള്ളതാണ്. ശിഥിലം നേരെ ഓപ്പോസിറ്റ് വരിക. പഠിക്കാൻ മൊത്തത്തിലോ അപ്പൊ മലയാളം സാൻസ്ക്രിറ്റ് അല്ലാണ്ട് ഫ്രണ്ട് ബെഞ്ചർ ആയിരുന്നോ? ഫ്രണ്ടും അല്ല ബാക്കും അല്ല, ഇടയിലൊക്കെ എവിടെയോ. കുറച്ച് ഈ പറഞ്ഞ മാത്തമാറ്റിക്സ് പറ്റില്ല, ബാക്കി സബ്ജക്ട്സ് ഒക്കെ ഓക്കെ ആയിരുന്നു. സയൻസ് സോഷ്യലൊക്കെ സെറ്റ്. സയൻസ് പിന്നെ അതാ പറഞ്ഞത്, ഫിസിക്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പാടാ. അതായത് മാത്സ് വന്നാൽ പണിയാ. എനിക്കിതുവരെ അത്ര കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ആ സൈഡ് ബ്രെയിൻ അത്ര വർക്കിംഗ് അല്ല. ഓക്കെ, പക്ഷെ ഇപ്പൊ ആക്ടിങ്ങിന്റെ കാര്യത്തിൽ ഒരു ഫ്രണ്ട് ബെഞ്ചർ ആണ് എന്ന് തന്നെ പറയാം. പഠനം പോലെ അല്ലല്ലോ, വേറൊരു മൂഡാണ്, എക്സ്പ്രഷൻ അല്ലേ. ശരി, ഇപ്പൊ ഈ ദൃഢത്തിൽ വരുമ്പോ ഇപ്പൊ ഒരു ദൃശ്യം കണക്ട് എവിടേക്കോ ഉള്ള പോലെ. ഇപ്പൊ ആ ട്രെയിലറിന് മുന്നുള്ള പ്രൊമോയിലും ഒരു ദൃശ്യത്തിന്റെ ഒരു മൂഡിൽ ഒരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു, ജിത്തു ജോസഫ് ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ഇത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മറ്റേ ട്വിസ്റ്റോട് ട്വിസ്റ്റ് അങ്ങനെ ഒരു പരിപാടിയാണോ? അങ്ങനെ അല്ല, ദൃശ്യമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ട് മീൻ ഉറപ്പായിട്ടും ത്രില്ലർ എന്ന ഗണത്തിൽ പറയാമെന്നല്ലാതെ കംപ്ലീറ്റ്ലി ഇതൊരു കോപ്പ് സ്റ്റോറിയാണ്. ദൃശ്യം ഒരു ഫാമിലി ഡ്രാമയാണല്ലോ, അതായിട്ട് ബന്ധമില്ല. ഓക്കെ, പുതിയതായിട്ട് ആ നാട്ടിലേക്ക് വരുന്ന ഒരു ന്യൂലി ജോയിൻ ആയിട്ടുള്ള ഒരു SI ആണ്. കുഴിനിലം എന്നല്ല സ്ഥലം കാണിക്കുന്നത്. അപ്പൊ അത് വയനാട്ടിലുള്ള ആക്ച്വൽ സ്ഥലം തന്നെയാണല്ലോ. അവിടെയാണോ ഷൂട്ടും കാര്യങ്ങളൊക്കെ? അല്ലേ, ഞങ്ങളെ കാഞ്ഞിരപ്പള്ളി, പാല, ഈരാറ്റുപേട്ട, മുണ്ടക്കയം അവിടെയൊക്കെ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഷെയ്ൻ്റെ ലുക്കിലാണല്ലോ ഞാൻ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അതേപോലെ എനിക്ക് തോന്നുന്നു കമന്റ്സിലും ട്രെയിലറിൽ വന്നതിൽ കുറേ പേര് ഷെയ്ൻ്റെ ലുക്കിനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത് വരുന്ന ഒരു SIനെ പോലെ ഉണ്ട് എന്നൊക്കെ. അപ്പൊ ഈ ഒരു ക്യാരക്ടറിന്റെ ബ്രീഫ് ഒക്കെ എങ്ങനെയായിരുന്നു? ക്യാരക്ടർ കുറച്ച് സാധാരണക്കാരനാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞൊരു അസാധാരണമായ ഒരു ഹീറോയിക് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. പക്ഷെ അയാള് അസാധാരണമായ സിറ്റുവേഷനിൽ ഒരു സാധാരണക്കാരൻ പോയി പെടുമ്പോഴത്തേക്കും അയാളുടെ സർവൈവൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ ആ ടാഗ് വായിച്ചാൽ അറിയാം, പ്രൊട്ടക്ട്, സെർവ് ആൻഡ് സർവൈവ് എന്നാണ് ദൃഢത്തിന്റെ. ആഗ്രഹിച്ച ആദ്യമായിട്ടൊരു ജോലിയിൽ കയറുന്ന ഒരു കക്ഷി, അയാളെങ്ങനെ കുറച്ച് അസാധാരണമായ കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമ. ആൾക്കാരെ ടെൻഷൻ അടുപ്പിക്കാനുള്ള പ്ലാൻ ഇല്ല. ടെൻഷനുണ്ട്, ടെൻഷൻ ഉറപ്പായിട്ടും. ത്രില്ലർ സിനിമയ്ക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു സ്വഭാവം ഉള്ള പടം തന്നെ. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ജോണർ ഉണ്ടല്ലോ, നമുക്കിവിടെ മലയാളത്തിൽ ഒരുപാട് ത്രില്ലേഴ്സ് ഉണ്ട്. ആ ജോണറിൽ തന്നെ പെടുത്താൻ പറ്റുന്ന പടമാണ്. എനിക്ക് ഇതിനു മുന്നും ഇപ്പൊ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ. കൊറോണ പേപ്പേഴ്സിൽ പോലീസ് ആയിട്ടായിരുന്നു, എനിക്ക് തോന്നുന്നു വേലയില് പോലീസുകാരനായിട്ടാണ്. അപ്പൊ ഇതിലേക്ക് വരുമ്പോ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഫീൽ ചെയ്ത് എന്താ? പ്ലസ് പോയിന്റ് നമ്മൾ ആ സമയത്ത് കുറച്ചും കൂടെ ഒരു അടുക്കം ചിട്ടയായിരിക്കും നമ്മുടെ ലൈഫിലും. കുറച്ചൊരു OCD ഉണ്ടാവും. നമ്മൾ സംസാരിക്കുമ്പോൾ സെന്റൻസുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ നമ്മൾ മറ്റേ മുറിഞ്ഞ് സംസാരിക്കണ അങ്ങനെയുള്ള നോർമൽ സാധനങ്ങൾ കുറച്ചും കൂടെ ഒഫീഷ്യൽ ആവും നമ്മൾ പല കാര്യങ്ങളിലും. അത് നമ്മുടെ ട്രേറ്റിൽ അറിയാതെ വന്ന് ചേരും. രസമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ഒരു മൈനസ് പോയിന്റ് എന്താ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ? മൈനസ് പോയിന്റ് ആയിട്ടില്ല, ആക്ച്വലി നല്ലതാണല്ലോ. ഇടയ്ക്ക് കുറച്ച് അടക്കം ചിട്ടയും ഡിസിപ്ലിനും നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പോലീസ് ക്യാരക്ടേഴ്സിനെ ഒന്ന് ഓർത്തെടുക്കാമെന്ന് തോന്നുന്നു ഒരു കുഞ്ഞു ഗെയിമിലൂടെ. ഓക്കെ, ഞാൻ കുറച്ച് പോലീസ് ക്യാരക്ടേഴ്സ് ഓർ പോലീസ് റിലേറ്റഡ് ക്യാരക്ടേഴ്സ് പറയാം സിനിമയിൽ, മലയാളത്തിലുള്ള. ഓർ അതിലത്തെ കുറച്ച് എലിമെന്റ്സ് കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പൊ അതിലത്തെ എന്തെങ്കിലും ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മഫ്തി ഓർ യൂണിഫോം? മഫ്തി. വൈ? യൂണിഫോം ഭയങ്കര ചൂടാ. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഞാൻ ഈവൺ ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയം കുറച്ച് മഴയൊക്കെ ആയിരുന്നു, എന്നിട്ടും സംഭവം അതിനകത്ത് കയറിയിരിക്കുമ്പോൾ ചൂടെടുക്കും. മഫ്തി മതി, കൂൾ ഡ്രസ്. അതാണ് കുറച്ച് സാവകാശം. അങ്ങനെ ലുക്കിലേക്ക് വരുമ്പോഴും ഇപ്പൊ മീശ മാത്രമാണോ അതോ ക്ലീൻ ഷേവ് ആണോ? മീശ വേണം. മീശയാവാം ശരിക്കാം, എന്നാലേ ഒരു മറ്റേ ഇച്ചിരി
ഒരു പോലീസ് ആണ് എന്നുള്ള സാധനം കിട്ടുള്ളൂ എന്നാണ്. ആ ഇപ്പൊ ഇനി അടുത്തൊരു പോലീസ് വേഷം വന്നാൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് മാറ്റി എന്തെങ്കിലും ചെയ്യണമല്ലോ. ബട്ട് എനിക്കിഷ്ടം മീശ. ലാത്തി ഓർ കത്തി? കത്തിയോ? ഓ കത്തി ഉണ്ടല്ലോ അല്ലേ, മറ്റേത്. ആ ലാത്തി മതി. ലാത്തി മതി, അടിച്ചാ മതി. അടി മതിയാകും. അങ്ങനെയാണെങ്കിൽ കേസുകളിലേക്ക് വരുമ്പോ കൊലക്കേസാണോ അതോ ഒരു വാഴക്കൊല കേസാണോ? വാഴക്കൊല മോഷ്ടിക്കപ്പെട്ട സംതിങ്. സോ ഏത് കേസ് സോൾവ് ചെയ്യാനാണ് കൂടുതൽ? പേഴ്സണലി ആണ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും വിജയിക്കും ആവാം. വിജയിക്ക് കൊലക്കേസായിരിക്കും. കൊലക്കേസായിരിക്കും. അപ്പൊ ഷെയ്നാണെങ്കിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമില്ല. ജീപ്പ് വേണോ ഹെലികോപ്റ്റർ വേണോ? ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട് ഇപ്പൊ. അല്ല വേണമെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കിട്ടി വരുമ്പോ ആ ഒരു മോഡല്. അപ്പൊ പിന്നെ അത് പ്രതീക്ഷിക്കാം. എളുപ്പമുള്ള പരിപാടി മതി എന്നല്ലേ? നമുക്ക് നടക്കുന്നത് മതി. നടപടിയാവുന്ന പരിപാടി മതി. കുറുക്കൻ മൂലയിലെ SI ആവണോ അതോ ദേശത്തിലെ SP ആണോ? രണ്ട് യൂണിവേഴ്സ് ഉണ്ടല്ലോ ഇവിടെ. പക്ഷെ അതില് പൊസിഷൻ ഒരു പ്രൊമോഷൻ ഒക്കെ ഉണ്ട്. ഒരെണ്ണത്തിലെ SIയും ഒരെണ്ണത്തിലെ SP ആണ്. എനിക്ക് രണ്ടും ഇഷ്ടമുള്ള പടങ്ങളാണ്. എന്നാലും കുറുക്കൻ മൂലയിലാകുമ്പോ സഹായിക്കാൻ മിന്നൽ മുരളി ഉണ്ട്. SP പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും മറ്റടുത്ത് ചിലപ്പോ കുറച്ച് കോമഡി ആവും. അത് മറ്റേ കംപ്ലീറ്റ്ലി കോമഡി യൂണിവേഴ്സ് ആണ്. കോമഡി യൂണിവേഴ്സ് ട്രൈ ചെയ്യാമെന്നല്ലേ? ഭരത് ചന്ദ്രൻ IPS ഓർ SI? ബിജു പോലോസ് മതി. എന്താ ഭരത് ചന്ദ്രൻ IPS ആകുമ്പോ ഒരു വേറെ സാധനം ഉണ്ടല്ലേ, അങ്ങനെ പിടിക്കാം. ശരി, ചോദ്യം ഉത്തരം ഞാൻ പറയേണ്ടി വരും. എനിക്കിപ്പോ രണ്ടായാലും കുഴപ്പമില്ല. എന്നാലും ഓക്കെ. ഭരത് ചന്ദ്രൻ IPS എന്ന് വെച്ചാൽ വേറെ ലെവൽ ഐക്കോണിക് അല്ലേ? നമുക്ക് പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്ന കോൺസെപ്റ്റ് ആണ് അങ്ങനെ ഒരു പോലീസ്, മാസ് പോലീസ് എന്നുള്ള പോലെ. പിന്നെ ഇപ്പൊ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഒരു സപ്പോർട്ടിനായിട്ട് സേതുരാമയ്യർ ഓർ ദാസൻ വിജയൻ? അതെന്താണ് അങ്ങനെ? എനിക്ക് ഇഷ്ടമാണ്. അവരാണെങ്കിൽ നല്ല രസമല്ലേ, കോമഡിയൊക്കെ പറഞ്ഞു ഫണ്ണായിട്ട് ചില്ലായിട്ട് ഇരിക്കാൻ. അതിന്റെ ഇടയിൽ കൂടെ അറിയാണ്ടൊക്കെ എങ്ങനെയൊക്കെ കേസും തെളിഞ്ഞു ഒരു ടെൻഷൻ അടിക്കണ്ടായിരുന്നു. എൻജോയ് ചെയ്ത് സോൾവ് ചെയ്യാന്നല്ലേ? ദൃഢമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. കംപ്ലീറ്റ്ലി ഇയാളെ ടെൻഷൻ അടിച്ച് പ്രാന്താവാണ്. ഷെയ്ൻ ആസ് ആൻ ആക്ടർ എനിക്ക് തോന്നുന്നു ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് കുറെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതില് ഷെയ്ന് തന്നെ സ്വന്തം ക്യാരക്ടേഴ്സിൽ ഏറ്റവും മൂവിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതായിരിക്കും? കുമ്പളങ്ങി ബോബിയും ഈ പറഞ്ഞ പോലെ ഭൂതകാലത്തിലെ ക്യാരക്ടറും. ഓക്കെ. ഇപ്പൊ ഷെയ്ന്റെ പടങ്ങളല്ലാതെ ഇപ്പൊ ഷെയ്ൻ കണ്ട് ഭയങ്കര ടച്ച്ഡ് ആയ ഒരു 3 ഫിലിംസ് പറയാൻ പറഞ്ഞ? ഫോറസ്റ്റ് ഗംപ് കണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ റോക്ക് സ്റ്റാർ കണ്ട് അറിഞ്ഞിട്ടുണ്ട്. മലയാളത്തിലുണ്ട് മേൽവിലാസം എന്ന് പറഞ്ഞ പടം ഉണ്ടായി. കുറച്ച് പടങ്ങളുണ്ട് പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഓർക്കാത്തതാ. നമുക്ക് ഇമോഷണലി നമ്മൾ കുടുക്കി കളഞ്ഞ പടങ്ങളുണ്ട്. എനിക്ക് പക്ഷെ നേരത്തെ ഇപ്പൊ കുമ്പളങ്ങി നൈറ്റ്സിലെ ബോബി ഭയങ്കര ഇപ്പൊ സ്വന്തമായിട്ട് ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു ക്യാരക്ടറാന്ന് പറഞ്ഞു. എനിക്ക് ഈ പറഞ്ഞ പോലെ ഷെയ്ന്റെ ക്യാരക്ടേഴ്സ് ആലോചിക്കുമ്പോ കുമ്പളങ്ങി തന്നെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇപ്പൊ 7 വർഷമായില്ലേ കുമ്പളങ്ങി? ഇപ്പൊ ആ യൂണിവേഴ്സിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോണു കുടുംബജീവിതം? ഹൗ ഡു യു ഡു? ബേബി ഇപ്പോ തെലുഗു ഫിലിംസിലാണ്, ഹൈദരാബാദിൽ. ഓക്കെ, അങ്ങനെ ബോബി സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി, ടൂറിസം പരിപാടിയൊക്കെ മാറ്റിയിട്ട്. ബോബി ഇപ്പൊ കുറച്ച് ഫിഷ്, ചെറിയ മീനൊക്കെ പിടിച്ച് അങ്ങനെ വലിയ ലക്ഷ്യബോധം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നണില്ല മച്ചാൻ വലിയ എക്സ്പോർട്ടറോ അങ്ങനെയൊന്നും ആയിട്ടുണ്ടാകാൻ വഴിയില്ല. അന്നുള്ള ജീവിതം. അളിയനോ നമ്മുടെ ഷമ്മിച്ചേട്ടൻ എന്ത് പറയുന്നുണ്ടാവും? അന്ന് നമ്മള് വലക്കകത്താക്കി ഒരു പരിവാക്കി. അതെ, അറിയില്ല എവിടെ, പിന്നെ കണ്ടിട്ടില്ല നമ്മള് ആ ചാപ്റ്റർ നമ്മൾ ഓർക്കുന്നത്. അത് ക്ലോസ് ചെയ്തിരിക്കുന്നു നമ്മള്. പിന്നെ ഇപ്പൊ ഭൂതകാലത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഭൂതകാലം കുറെ പേരുടെ ഉറക്കം കളഞ്ഞൊരു പടമാണ്. അപ്പോ ആ പടം സ്വന്തമായിട്ട് കണ്ട് പേടി തോന്നിയോ? സ്വന്തമായിട്ട് കണ്ട് അത്യാവശ്യം പേടി തോന്നിയിട്ടാ ഞാൻ. കാര്യം അത് OTT റിലീസായിരുന്നു. ഫസ്റ്റ് കൊറോണ ടൈമിൽ അറിയുന്നു. അപ്പൊ ഞാനിങ്ങനെ ഫൈനൽ ഔട്ടായിട്ട് കണ്ടിട്ടില്ല, അവിടെ നിന്ന് കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് പേടി ഉണ്ടാവില്ല, കാര്യം നമ്മൾ അഭിനയിച്ച് നമുക്ക് അറിയാലോന്ന്. പക്ഷെ മൊത്തം പടം കണ്ടപ്പോൾ എനിക്ക് അതിനകത്തൊരു ആ ഒരു ഈർനെസ് എനിക്ക് വർക്കായിട്ട് തോന്നി. പിന്നെ നമുക്കത് അത് സിനിമ നമ്മൾ ചെയ്തതും അവിടെ ഓപ്പോസിറ്റ് നിന്ന് ആരാണെല്ലാം നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് അത്രയും കുഴപ്പമില്ല. പക്ഷെ സൗണ്ട് എഫക്ട്സും കൂടെ വന്നപ്പോഴത്തേക്കുമാണ് നമുക്ക് പിടിവിട്ട് പോയി. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പ്രശ്നമില്ലല്ലോ, വി നോ ദാറ്റ് ഇറ്റ്സ് ഹൗ ഇറ്റ് ഈസ് മെയ്ഡ് എന്നുള്ളത്. അങ്ങനെ ഹൊറർ ഫിലിംസ് കാണാൻ ഇഷ്ടമാണോ? സത്യം പറഞ്ഞല്ല. പേടിച്ചിട്ടുള്ള ഒരു ഹൊറർ പടം
ഞാൻ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ കോൺജൂറിങ് കാണാൻ പോയപ്പോഴും ഓർക്കുന്നു പോപ്കോണൊക്കെ തെറിച്ച് എവിടെയോ പോയി. എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് ആ സമയം ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ എന്നിട്ട് ഞാൻ കറക്റ്റ് കണ്ണുറക്കണ സമയത്ത് ഈ സാധനം വരും. നമ്മളെ എക്സ്പെക്ട് ചെയ്യാത്ത ടൈമിങ്ങാ. പോലീസിന്റെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയിൽ അതിന്റെ ചെറിയ ചെറിയ ഇൻഫ്ലുവൻസ് വരുന്നു എന്ന് പറയുന്ന പോലെ ഭൂതകാലം ചെയ്യുമ്പോൾ അത് വന്നിരുന്നു. ഭയങ്കര ആ ടൈമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നുവെച്ചാൽ നമുക്കത് എത്രയൊക്കെ നമ്മൾ ഡിറ്റാച്ച് ആവാൻ നോക്കിയാലും ദർ വിൽ ബി ആൻ എലമെന്റ് ഓഫ് യു, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ എലമെന്റ് നമ്മളെ പിന്തുടരും. അപ്പം അതിൽ നമ്മൾ പതുക്കെ പതുക്കെ അത് മാറാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജോലിയും കാര്യം അല്ലെങ്കിൽ നമ്മളത് ഭയങ്കര ഇതായിട്ട് ചെയ്യണം. എനിക്കത് അറിയില്ല, ഞാൻ കുറച്ച് ഇൻവോൾവ് ആയി പോകും അറിയാണ്ട് എല്ലാത്തിലും. നമ്മൾ ചെയ്യുന്ന എന്താണോ അതിൽ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിന് ശേഷം അങ്ങനെ ഡാർക്ക് ജോണർ പടങ്ങളെ പിന്നെ ഞാൻ മനഃപൂർവ്വം ചെയ്തത്. നമുക്ക് മനസ്സിലായി നടപടിയാവൂല എൻ്റെ സ്വഭാവം വെച്ചിട്ട്. അല്ല, ഇപ്പൊ ഇങ്ങനെ റിയൽ ലൈഫിൽ ഇങ്ങനെ ഡാർക്ക് അടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ഫിലിം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കമേഴ്ഷ്യൽ സക്സസിലേക്കൊക്കെ എത്താണ്ട് വരുമ്പോൾ എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്യാറ്? ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തിരിച്ചറിയാന്നുള്ളതാണ്. ഒരു സിനിമ ഒരു ആക്ടറിന്റെ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാറിന്റെ മാത്രമല്ല, അയാൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരുപാട് പേരുടെയാണ്. അതിലൊരാൾ പണിയെടുത്തില്ലെങ്കിൽ പോലും ആ പടത്തിന് ബാധിക്കും. പിന്നെ ഇതെല്ലാം ഒരു നിയോഗമാണ്. നമ്മുടെ നല്ല സമയത്തെല്ലാം നല്ലത് സംഭവിക്കുന്നുള്ളത്. നമ്മളിപ്പോൾ ഇൻ കേസ് അങ്ങനെ ഒരു ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ലൈഫ്. നമുക്ക് എല്ലാ പടവും ഒരേപോലെ ആവണമെന്ന് നമുക്ക് ആഗ്രഹിക്കാനും ചിന്തിക്കാനും പറ്റില്ല. പക്ഷെ നമുക്ക് ഓരോ പടത്തിലും സംഭവിക്കുന്നതിൽ എന്താണ് വീഴ്ച വന്നതെന്ന് ഞാൻ സ്വയം പഠിക്കാറുണ്ട്. അപ്പോൾ ഒരു സിനിമ ഇപ്പൊ ചെയ്ത് കഴിയുമ്പോൾ അതിന്ന് ഒരു ടേക്ക് അവേ എന്നുള്ള പോലെ എന്താ എടുക്കാറ് പേഴ്സണലി? ഞാൻ ഓരോ ക്യാരക്ടർ ചെയ്യുന്നതോടെ എൻ്റെ ലൈഫിൽ എനിക്ക് എവിടെയോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതിരുന്ന ഇമോഷൻസാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇല്ലാണ്ടാവുക, അതൊന്നും ഇല്ലാണ്ടാവുക. അത് വേറൊരു അവസ്ഥയാണ്. ഞാൻ പറഞ്ഞ കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്തെങ്കിലും ഒന്നും ആ ക്യാരക്ടറിൽ നിന്ന് എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അത് എടുത്തുകൊണ്ട് പോകുന്നില്ല. ഞാൻ എന്നെ ഫ്രീ ചെയ്യാണ്. അതാണ് ഞാൻ ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ് ഫസ്റ്റ്. ഐ എം എക്സ്പ്രസ് ചെയ്യാണ് ഇറ്റ് ഔട്ട്. അപ്പോൾ എനിക്കതൊരു നല്ലൊരു വേദിയാണ്. കാര്യം എനിക്ക് അതിൻ്റെ ജോലിയാണ് മാറി എനിക്ക് പൈസ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. നമ്മൾക്ക് ഒരുപാട് പേർക്ക് ഉണ്ടാവുമല്ലോ. വി വിൽ ഹാവ് ദാറ്റ് അൺഎക്സ്പ്രസ്ഡ് ഇമോഷൻസ്. നമ്മൾ സ്റ്റോർ ചെയ്ത് കിടക്കണം. ഏതെങ്കിലും പോയിന്റിൽ അറിയാണ്ട് പൊട്ടിത്തെറിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഐ എം ചാനലിങ് ഇറ്റ് ടു മൈ ആർട്ട്, എൻ്റെ ജോലിയിലേക്ക്. ഒരു ഹെയർ കട്ട് കാരണമൊക്കെ കുറെ പ്രശ്നം ഉണ്ടാവണു. ഇപ്പൊ ഒരു കുഞ്ഞു കാര്യം കാരണം വലിയ പ്രശ്നം ഉണ്ടാവണു എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൻ്റെ ഡിസൈൻ വേറെയാണ്. നമുക്കൊരിക്കലും നമ്മുടെ ലൈഫിൻ്റെ ഡിസൈൻ വെച്ചുകൊണ്ട് വേറൊരാളെ അളക്കാനോ ജഡ്ജ് ചെയ്യാനോ പറ്റില്ല. കാര്യം അയാൾ എന്തിലൂടെ കടന്നു വന്നതെന്ന് നമുക്കറിയില്ല. അയാൾ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. നമ്മൾ കാണുന്ന വശമല്ലേ നമ്മൾ കാണുന്നുള്ളൂ. നടക്കുന്നത് എന്തെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. നല്ലൊരു PR ഏജൻസിയുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇമേജും സെറ്റ് ചെയ്യാനും പറ്റും. അപ്പം ഇത് രണ്ടും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മനസാക്ഷിക്ക് അപ്പുറത്തേക്ക് നമുക്ക് വേറൊരു കോടതിയില്ല. കാര്യം നമ്മളുടെ ഉള്ളിലാണ് ചെയ്യുന്നത്. കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ കൂടെ, എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കൂടെ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ജോലി, പ്രത്യേകിച്ച് അഭിനയം, അയാളുടെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ അയാൾ വേറെ ഒരു ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഫേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സാധനം എടുത്ത് പുറത്തിടാൻ പറ്റും? എൻ്റെ മനസാക്ഷിക്ക് അപ്പുറത്തേക്ക് ഒരു കോടതിയുടെ മുമ്പിൽ എനിക്ക് എവിടെയും ശരിയാവേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ദൃഢം റിലീസാവുന്ന ടൈമിൽ കൂടെ ഇപ്പോൾ മെയ് മാസത്തിൽ കുറേ മാസ് പടങ്ങൾ മലയാളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ വിച്ച് ഇസ് ദാറ്റ് വൺ ഫിലിം ദാറ്റ് യു ആർ ലുക്കിംഗ് ഫോർവേഡ്? ദൃഢമല്ലാതെ എല്ലാ പടവും കാണണമെന്നുണ്ട്. ഇപ്പോൾ പേട്രിയോട്ട് ആയാലും അത് റെഡി, മോളിവുഡ് ടൈംസ് കാണണം, കാട്ടാളനുണ്ടെന്ന്, പിന്നെ വരവോ, എല്ലാ പടം കാണണം എന്നുണ്ട്. അയ്യോ, ദൃശ്യം 3 പറഞ്ഞില്ല. ദൃശ്യം 3യുടെ പേര് പറഞ്ഞില്ല. അത് മെയിൻ പടമാണല്ലോ. എന്താ പറയുക, ഇന്ന ടൈപ്പ് പടം അങ്ങനെയൊന്നുമല്ല. എനിക്ക് എല്ലാ ടൈപ്പ് പടവും കാണാൻ ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ഹൊറർ കുറവാണ് മാത്രമേ ഉള്ളൂ. എന്നെ രാവിലേട്ടൻ വിളിച്ചു, ഡയസിറയുടെ പരിപാടിക്ക് വിളിച്ചു. അപ്പോൾ എനിക്ക് ഓൾറെഡി കുറച്ച് ചെറിയൊരു കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. പക്ഷെ ഞാൻ രാവിലേട്ടനോട് പറഞ്ഞു, രാവിലേട്ടൻ എനിക്ക് ചെറിയ പേടിയാണ് ഹൊറർ കാണാൻ. എന്താണ് രാവിലേട്ടൻ നിങ്ങൾ ഈ ഹൊറർ മാത്രം? വേറെ ഏതെങ്കിലും പടത്തിന്? അല്ല, പുള്ളിക്കാരനെ അതേ ചെയ്യുള്ളൂ, ഉറപ്പാ. പുള്ളിക്കാരൻ വേറെ ഒരു ജോണറും ചെയ്യാനുള്ള സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നു. പിന്നെ ഇപ്പോൾ ഷെയ്ൻ ആക്ട് ചെയ്തിട്ടുള്ള ഫിലിംസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഷെയ്ൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ പുറത്തേക്ക് എടുത്തോ അതോ ഇനിയും സാധനങ്ങൾ വരാനുണ്ട്? ഷെയ്ൻ കോമഡി ഒന്നും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. എനിക്ക് കുറച്ചൊരു ക്യാരക്ടർ വൈസ് ഒരു സിറ്റുവേഷണൽ പരിപാടിയൊക്കെ അറിയുള്ളൂ. എനിക്കങ്ങനെ ഭയങ്കരമായിട്ടൊരു സോ കോൾഡ് കോമഡി എനിക്ക് അറിയില്ല, ചെയ്യാനായിട്ട് എനിക്ക് പറ്റുമെന്നും അറിയില്ല. ചിലപ്പോൾ ആ കഥാപാത്രം സീരിയസ് ആയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് കോമഡിയായി തോന്നുന്ന ടൈപ്പ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും ക്യാരക്ടർ ഡ്രിവൺ കോമഡി പരിപാടിയൊക്കെ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് ഒരു കോമിക് റോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു
ആ ഒരു സാധനം എൻ്റെ ഇതിൽ എനിക്ക് വഴങ്ങുമെന്ന് അറിയില്ല. ചെയ്യുന്ന ക്യാരക്ടേഴ്സും ആ ഒരു മൂഡ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് എൻ്റെ ക്യാരക്ടറിന് റിലേറ്റബിൾ ആയിട്ട് അങ്ങനെയൊന്നും അല്ല ഞാൻ ഇപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ ഐ എം ലുക്കിംഗ് അബൌട്ട് ദ പ്രാക്ടിക്കൽസ്. നമ്മളൊരു പ്രോഡക്റ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ ആരാണ് വാങ്ങിക്കാൻ വരുന്നത് നമ്മൾ പഠിക്കുമല്ലോ. ഇപ്പോൾ വാങ്ങിക്കാൻ വരുന്നത് നമ്മുടെ ജനറേഷൻ യൂത്താണ്. അവർക്ക് വേണ്ടി പടം ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറ്റുള്ളൂ. അതാണ് ഞാനിപ്പോൾ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ള ദൃഢം എന്തായാലും ഒരു സക്സസ്ഫുൾ ഫിലിമായിട്ട് മാറട്ടെ. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.